ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ടിങ്ങും പിന്നെ ഒരു കുട്ടി ഷോപ്പിങ്ങും ഉണ്ട്. വാ ഐസം, വാ ടാറ്റ പോവാ. കൈ പിടിക്കല്ലേ വീടാ. എവിടെ പോണേ ഐസം അമ്മ? ടാറ്റ എന്ന് പറ. ടാറ്റ പോണേന് ബായ് കൊടുക്കല്ലായിരിക്കും. ബായ്. ദീദി അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടത് കാണിച്ചു തന്നെ. ഐസ ലിപ്സ്റ്റിക് ഇടും. ഐസ അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നത് കാണിച്ചു തന്നെ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇറങ്ങാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന മൺഡേ ഓൺവേർഡ്സ് ഞാൻ ഓഫീസിൽ റീജോയിൻ ചെയ്യുവാണ്, എൻ്റെ പ്രീവിയസ് ഓഫീസിൽ. അപ്പോൾ പിന്നെ എനിക്കിനി ആകെ ഓരോ സൺഡേസ് മാത്രമേ കിട്ടുള്ളൂ. സൺഡേ കിട്ടുമ്പോൾ എനിക്ക് എവിടെയാണ് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങണം ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു ഡേ മൊത്തം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനും ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി എല്ലാവരും കൂടെ പുറത്തൊക്കെ പോണത് ഭയങ്കര റെയർ ആയിരിക്കും. പിന്നെ എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനും ഉണ്ട്. അതായത് എൻ്റെ ലഞ്ച് ബോക്സ്, പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ ഒക്കെ മസ്കറ്റിൽ ഇരിക്കണേണ്ട. ഞാൻ ഇങ്ങോട്ടൊന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായില്ല. ഇവിടെ ആകെ എനിക്ക് ഇടാനുള്ള 2-3 പെയർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടുത്തെ ഓഫീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയേക്കണായിരുന്നു. അതും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നത് സുഭാഷ് പാർക്കിലേക്കാണ്. അപ്പോൾ ഐസത്തിന് ഇവിടെ ഇങ്ങനെ സ്ലൈഡിലൊക്കെ കയറുന്നത് നല്ല ഇഷ്ടമാണ്. ആൾ ആദ്യം ഉറങ്ങണമെങ്കിലും പിന്നെ നീറ്റ് ആക്റ്റീവായി. സോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ സുഭാഷ് പാർക്കിലാണ് കേട്ടോ വന്നേക്കണത്. ഐസത്തിനൊന്ന് പാർക്കിലൊക്കെ കൊണ്ടുവരാമെന്ന് ഓർത്തു. ഐസപ്പത്തെ അവിടെ ഒരു കൊച്ചി കയറുന്നുണ്ട്, അത് നോക്കിയിരിക്കുകയാണ്. വാ, എന്താ വേണ്ടത്? ഊനാലായിടണോ? എന്തെടുക്കണം? എടുക്കണം ദീദി, എടുക്കണ? തീറ്റനയില് പോകണോ? തീറ്റനയിലാ കൊണ്ടുപോവാ. ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഔട്ടിങ്ങും ചെറിയൊരു പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. ഒരു കൂടെയും ഞങ്ങൾ ഇത്രയും ആൾക്കാർ, മമ്മിയുണ്ട് കൊച്ചുമുണ്ട്, അപ്പോൾ രണ്ടുപേരെയും നമ്മൾ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ പർച്ചേസിങ് ആയിരുന്നുണ്ട്. കാരണം ഞാൻ മൺഡേ ഓൺവേർഡ്സ് എൻ്റെ പ്രീവിയസ് ഓഫീസിൽ റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മസ്കറ്റിൽ നിന്ന് വേണ്ടി ഇപ്പോൾ 2nd month ആയല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും ഇരിക്കണത് മസ്കറ്റിലാണ്. എൻ്റെ ഡ്രസ്സ്, ബാഗ്, ലഞ്ച് ബോക്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ യൂസ് ചെയ്തതുകൊണ്ട് അവിടുത്തെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെയാണ് എല്ലാം ഉള്ളൂ. ഇവിടെ എൻ്റെ സംഭവങ്ങളൊന്നുമില്ല. ഡ്രസ്സാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടൊരു, എനിക്ക് തോന്നുന്നു ഒരു 5 പേരെന്തോ ഉള്ളൂ ഡ്രസ്സൊക്കെ. അപ്പോൾ എല്ലാം അവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ. എന്നിട്ട് കണ്ട കടയിൽ നിന്ന് റാൻഡംലി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നുള്ളൂ. പ്രോപ്പറായിട്ട് കുറേ ഞാൻ ചില സമയത്ത് നല്ല 2-3 ഷോപ്പിലൊക്കെ കയറി നോക്കി പ്രൈസും പിന്നെ കാണാനൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് മേടിക്കാറുള്ളത്. അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബാഗ്. ഇതാണ് കേട്ടോ ബാഗ്. 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമുക്ക് ലാപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാഗാണ് വേണ്ടത്. പിന്നെ ഇത്രയും വലിയ ബാഗെന്ന് വെച്ചാൽ ഇനി ഇതിലില്ലാത്ത സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ. എനിക്ക് കുറേ സംഭവങ്ങൾ വേണം.
ഈ എപ്പോഴും ബാഗ് പിടിക്കാനാണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. എനിക്കതൊരു ശീലമായി പോയേക്കണേ. ഓഫീസ് ബാഗിലും അതെ, ഹാൻഡ് ബാഗിലും അതെ. അവിടെ എല്ലാവരും പറയും, ഓഫീസിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ചില സമയത്ത് നമ്മൾ ലഞ്ചൊന്നും കൊണ്ടുവരണ്ടാത്ത ദിവസങ്ങളുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ബാഗ് കൂടി ഇതിൻ്റെ ബാഗിൽ ഇതിൻ്റെ ഉള്ളിൽ ലഞ്ചും വെള്ളമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ഇത്ര വെയിറ്റുന്നത്. പക്ഷേ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കേട്ടോ. കാണുന്ന പോലെ ഇല്ല ഈ ബാഗ്, കുറേ സംഭവങ്ങൾ ഞാൻ വെക്കും. പിന്നെ അടുത്തത് മേടിച്ചത് ലഞ്ച് ബോക്സ് ആയിരുന്നു. എല്ലാം സ്റ്റീൽ തന്നെയാണ് കേട്ടോ മേടിച്ചത്. കണ്ടോ, ഇതെന്താ സ്റ്റീലിൻ്റെ. അമ്മക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇഷ്ടമായി. ഒരു കുഞ്ഞ് ലഞ്ച് ബോക്സ്. പിന്നെ 2 കറിയൊക്കെ ഉള്ള ചെറുത്. ഇത് ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കാണുന്നത്. കണ്ടോ, അപ്പോൾ 2 എണ്ണം. അപ്പം അങ്ങനത്തെ മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. കാരണം നമ്മൾ രാവിലെ ഭയങ്കരമായിട്ട് ധൃതിച്ച് ഹറി ബെറിയിലേക്കും പോണത് ഓഫീസിൽ. അപ്പോൾ മിക്കതും ചൂടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും എടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ആണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിളും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് മേടിച്ചത്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്തത് വാട്ടർ ബോട്ടിൽ. സിപ്പർ ടൈപ്പ് എനിക്ക് വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെത്രയാണ്? 250 റുപ്പീസ്. ഒരു ചെറുത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്, പക്ഷേ ആ കടയിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് മേടിച്ചു. നമുക്ക് ഓൺലൈൻ മറ്റേ സിപ്പറില്ലേ, ഇവിടെ സ്ട്രോ ആയിട്ട് തന്നെ സിപ്പർ. അപ്പുറത്തെ വീട്ടിലെ പട്ടി ഉരക്കണ കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാലും പട്ടി ഉരക്കും. ഞാൻ വോയിസ് ഓവർ വെക്കാലും പട്ടി ഉരയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് മേടിച്ചത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിപ്പറാണ്, ഞാൻ പറയണ കേൾക്കുന്നുണ്ടാകുമല്ലോ, സിപ്പറാണ് എനിക്ക് ശരിക്കും ഇഷ്ടം. സ്ട്രോ ഒക്കെ വേണം സിപ്പറിൽ. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ മതി. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ. പിന്നെ എന്താ പറയുക, സോക്സിൻ്റെ പെയറാണ്. പെയറായിട്ട് കുറച്ച് സോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവിടെ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തേത് ഈ ഒരു ടീഷർട്ട്, ഫുൾ സ്ലീവായിട്ട് തന്നെ കണ്ടോ ടീഷർട്ട്. എനിക്ക് ഈ കളർ ടീഷർട്ട് ഇല്ല. ഈ ഒരു കളറ് കുറച്ച് നാൾ മുന്നേ ഒരു ലെങ്ത്തുള്ളൊരു ടോപ്പ് ഉണ്ട്. ഇപ്പം എനിക്ക് ഈ കളറില്ല. അതുകൊണ്ട് ഈ കളർ ഇട്ടിട്ട് നല്ലതാണെന്ന് മമ്മ പറഞ്ഞു. പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്ത്. ഷോളൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടോ. ഞാൻ മസ്കറ്റിൽ നമുക്ക് ഷോളൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പ് ബ്ലൂവും ഒരു ആഷ് ടൈപ്പും വന്നൊരു ടോപ്പ്. നെക്ക് നോക്കി ഇങ്ങനത്തെ ഒരു സംഭവം. ഇതെനിക്കിഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഇല്ല, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. അങ്ങനൊരു ഞാൻ ഈ തവണ മേടിച്ചതൊക്കെ ലെങ്തി ടോപ്പായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ടോപ്പ്. പിന്നെ അടുത്തത് ഈ ഒരു ഷർട്ട്. ഇത് ആക്ച്വലി എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ മമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇട്ടിട്ടും മമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി. ഷർട്ടാണ് ഇത്. ഫ്രണ്ടിൽ ഇങ്ങനെ കയറി ബാക്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നൊരു ഷർട്ട്. അപ്പോൾ അമ്മ പറയും ഇതെന്തായാലും എടുക്കണമെന്ന് പറയും. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പിങ്ക് ഉള്ളതാണ്. പക്ഷെ മമ്മക്ക് ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനങ്ങനെ എടുത്ത്. മമ്മാരുടെ ഇഷ്ടമാണ്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഫുൾ ടോപ്പ്. ഇതിൻ്റെ സ്ലീവാണ് എനിക്കിഷ്ടമായത്. ഇത് കേട്ടോ സ്ലീവ് നോക്ക്. ഇങ്ങനത്തെ ഒരു സ്ലീവ്, എന്തായാലും ഫിഷ് കട്ട് സ്ലീവ് അങ്ങനെ എന്താ പറയില്ലേ, അത്. ഇങ്ങനത്തെ ഒരു ടോപ്പ്. ഇവിടെ നടുക്ക് എലാസ്റ്റിക്കൊക്കെ ആയി വന്നിട്ട് ലെങ്തായിട്ട് വന്നൊരു ടോപ്പ്. അപ്പം ഇതും എടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് പൗഡർ, ഹിമാലയയുടെ ബേബി പൗഡർ. ഞാൻ ഇതാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ സ്ഥിരം യൂസ് ചെയ്യണത്. എനിക്കിഷ്ടമാണിത്. ബേബി പൗഡർ ആൻഡ് ബേബി സോപ്പ്. അപ്പം ഹിമാലയയുടെ ബേബി പൗഡർ. പിന്നെ ഇതൊരു ചെറിയൊരു റോളർ. അതായത് നമ്മൾ ഓഫീസിൽ ലഞ്ചൊക്കെ കഴിച്ച്, ഇപ്പോൾ ഫിഷൊക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ ലഞ്ചൊക്കെ കഴിച്ച് ഒരു ബാഡ് സ്മെല്ല് വരരുതെന്ന് വിചാരിച്ചാൽ എപ്പോഴും എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാകട്ടെ. ഇതാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഒരു ഡിയോഡ്രൻറ്റും ഉണ്ടാകട്ടെ. ഡിയോഡ്രൻറ്റ് റോളറൊക്കെ ഉണ്ടാക്കി. ഈ ബാഗ് ഒരു ചില്ലറ സംഭവമല്ല. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്താണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ അവരുടെ ഫെയ്ഡ് ആവണമെങ്കിൽ അവരൊക്കെ ഓടി വരും. പല ഷെയ്ഡിലുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ലിപ്സ്റ്റിക്ക് താന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ
അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു റോളർ, കാരണം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയല്ലേ, പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നടുത്തേക്ക് അപ്ലൈ ചെയ്യും. ഓഫീസിൽ കയറി കഴിഞ്ഞ് നമ്മുടെ സീറ്റിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ ഡിയോഡ്രൻ്റൊക്കെ എടുത്തിട്ട് അടിക്കുമ്പോൾ, കാരണം ഓഫീസ് മൊത്തം ക്യാമറ ആണ്, അവിടെ സ്പ്രേ അടിച്ച് കിടക്കുന്ന സാറ് കാണും. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെയാണ് നമ്മുടെ വാശേരി, അവിടെയൊക്കെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല ബാഗ് കൊണ്ട് പോയിട്ട്. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് വേണ്ടതാണ്, എനിക്കിഷ്ടമാണിത്. പിന്നെ മഴയത്തൊക്കെ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഇറുകിയൊക്കെ ഇരിക്കണം, എനിക്ക് ആ ബാഡ് സ്മെൽ ഇഷ്ടമല്ല, നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഇതും പിന്നെ ഡിയോഡ്രൻറ്റ് നമുക്ക് അല്ലാതെ നമ്മുടെ പെർഫ്യൂം ഭയങ്കര വെയിറ്റ് ഉള്ളതായിരിക്കുമല്ലോ, അത് കൊണ്ടുപോകില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാഗിലുണ്ടാകും കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ആളാണോ? ഞാൻ അങ്ങനെയാണ്. പിന്നെ ഇത് സേഫ്റ്റി പിൻ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫേസ് വാഷ്, ഇത് നമ്മുടെ ഹിമാലയയുടെ ലെമണിൻ്റെ ആണ്. ആക്ച്വലി ഞാൻ ഫേസ് വാഷ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സെറ്റാഫിൽ, അത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ വലിയ മണമൊന്നുമില്ല, അതുവരെ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴോ ഇത് പണ്ട് യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നത്. പിന്നെ നീമിൻ്റെ ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഹിമാലയ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കടയിൽ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു. പിന്നെ അടുത്തതൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായി, സാൻഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മഴയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ അതാണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഈ ഒരു സാൻഡൽ. ഇതെന്താണെന്ന് വെച്ചാൽ കടയിൽ കണ്ടതിൽ കൂട്ടത്തിൽ ഭേദം, തമ്മിൽ ഭേദം എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു നല്ലത്. എനിക്ക് ഇഷ്ടമായത് ഇതായിരുന്നു, കാരണം ഇതൊക്കെ വെള്ളത്തിലൊക്കെ ഇടുന്നത് അങ്ങനെയാണ്, ഒരു സ്ലിപ്പർ ടൈപ്പ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. എൻ്റെ ഉള്ളതാണെങ്കിൽ മഴയത്ത് ഇടാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് അപ്പോൾ മഴയത്തൊക്കെ വേണ്ടിയിട്ട് ഇത് മതി. അല്ലാതെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ കടയിൽ കണ്ടത് ഇതായിരുന്നു ഏറ്റവും അടിപൊളി, അതുകൊണ്ട് ഇത് മേടിച്ച്. പിന്നെ എന്തായിരുന്നു, ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതിന്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണായിരുന്നു. ഇനി അപ്പോൾ മൺഡേ മുതൽ ജോയിൻ ചെയ്യണം, 2 ദിവസം കൂടി ഇട്ട് മൺഡേ മുതൽ ജോയിൻ ചെയ്യണം. പിന്നെ ഇനി ആകെ കിട്ടണം ഒരു സൺഡേ ആയിരിക്കും. നമ്മൾ ഓഫീസിലൊക്കെ പോയി ഒരു സൺഡേ എന്തെങ്കിലും കല്യാണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സൺഡേ അങ്ങനെ തന്നെ പോകും. പിന്നെ നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ ഓരോരോ വീഡിയോസ് ഞാൻ ഇപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോസൊക്കെ വോയിസ് ഓവർ കൊടുത്ത് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി എൻ്റെ ഓഫീസ് വിശേഷങ്ങളും ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കിനി ഫുഡൊക്കെ കഴിക്കണം, ബാക്കിയൊക്കെ കാണാം.